HR പോളിസി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒരു നിയമമാണ്. ഗ്രേറ്റ് ലീപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു HR പോളിസിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് എംപ്ലോയീസുമായിട്ടുള്ള ഒരു കൺസൾട്ടേഷനാണ്. കാരണം നമുക്കറിയാം നമ്മളൊരു നിയമം ഉണ്ടാക്കുകയാണ്. ഒരു HR പോളിസി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ നമ്മുടെ ഒരു ലോ മേക്കിംഗ് പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മളൊരു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഒരു ചർച്ച നടത്തുന്നുണ്ട്. പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ അതിൻ്റെ ചർച്ച നടത്തിയിട്ടാണ് അതൊരു നിയമമായിട്ട് പാസ്സാക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ രണ്ട് വശവും സംസാരിക്കും. ഓരോ ക്ലോസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിനൊരു സബ്ജക്ട് കമ്മിറ്റിക്കൊക്കെ വിട്ടിട്ടാണ് വരിക. പക്ഷേ ഓരോ ക്ലോസും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള എഫക്റ്റുകൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഒരു നിയമം പാസ്സാക്കുക. ഇതേപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു പോളിസി കൊണ്ടുവരിക. ഈ പോളിസി കൊണ്ടുവരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തി അത് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പോളിസി ആരും പാലിക്കാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആസ് ഗുഡ് ആസ് ദർ ഈസ് നോ പോളിസി. ഇനി നമ്മളത് അടിച്ചേൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു പോളിസി ഉണ്ടാക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. ഇനി പോളിസി ജസ്റ്റ് പേപ്പറിൽ ചെയ്തു വെക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ടീമിൻ്റെ ഇടയിലേക്ക് ഇത് എത്തിച്ച് അവരുടെ ബിഹേവിയറിൽ ഈ പോളിസി വെച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ശരിക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഗ്രേറ്റ് ലീപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിസി കൊണ്ടുവരിക മാത്രമല്ല, അത് ടീമിൻ്റെ ഇടയിൽ ട്രെയിൻ ചെയ്തിട്ട്, ആ ഓർഗനൈസേഷൻ്റെ ടീമിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും എന്തുകൊണ്ട് ഇങ്ങനൊരു പോളിസിയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാനായിട്ടുമാണ് നമ്മൾ ശ്രമിക്കുക. Great Leap, encouraging employment values.